ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആയിരുന്നത് ആരാണ്? സച്ചിദാനന്ദ സിൻഹ. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ് ഘോഷ്. വേദ സമാജ് എന്ന സംഘടനയുടെ നേതാവ് ആരാണ്? ശ്രീധരലു നായിഡു. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിന്റെ പഴയ പേര്? സുദാമപുരി. ഏതു വർഷമാണ് ഗാന്ധി എന്ന സിനിമ ഓസ്കാർ അവാർഡ് നേടിയത്? 1982. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗോകുൽദാസ് മക്കൽജി ഗാന്ധിജിയുടെ ആരായിരുന്നു? ഭാര്യ പിതാവ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ. 1933 മാർച്ച് 31 കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീമതി നെല്ലി സെൻഗുപ്ത. കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ച് മരണം വരെ ഉപവസിക്കുവാൻ തീരുമാനിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജി. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായത് ഏത് രാജ്യത്ത് വെച്ചുണ്ടായ വിമാന അപകടത്തിലാണ്? ജപ്പാൻ. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ട വൈസ്രോയി ആരാണ്? ഈർവിൻ പ്രഭു. തിലകനും ഗോഖലെയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനം. സ്വാമി വിവേകാനന്ദൻ പ്രസിദ്ധീകരിച്ച ദ്വൈവാരിക ഏതായിരുന്നു? ബംഗാളി ഭാഷയിലുള്ള ഉദ്ബോധന. ധനാധികാര വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ പടിയായിരുന്ന പരിഷ്കരണ വ്യവസ്ഥകൾ നടപ്പിലാക്കിയത് ആരാണ്? മേയോ പ്രഭു. ആര്യ സമാജ അംഗങ്ങളുടെ വേദപുസ്തകമായി അറിയപ്പെടുന്ന ഗ്രന്ഥം? സത്യാർത്ഥ പ്രകാശം. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ലാഹോർ. എല്ലാ മതങ്ങളിലുമുള്ള സത്യത്തെ കണ്ടറിഞ്ഞ സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ. കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ച മഹാൻ? രവീന്ദ്രനാഥ ടാഗോർ. ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം? ഹിന്ദു സ്വരാജ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ബേലൂർ. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിഗ്ദോ പ്രഭു. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ലാല ലജ്പത് റായ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിഗ്ദോ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ഗീതാ രഹസ്യം എന്ന പുസ്തകം രചിച്ച നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15? അരവിന്ദ് ഘോഷ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജി. ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ടി പ്രകാശം. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സി രാജഗോപാലാചാരി. ആധുനിക മനു എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കർ. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം? 1770. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏതാണ്? പീറ്റർ മാരിറ്റ്സ്ബർഗ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം? 1946.
ആരാണ് മഹാത്മാഗാന്ധിയെ 1948 ജനുവരി 30 വെടിവെച്ചു കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ. മഹാത്മാഗാന്ധി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിസ്ഥാനമിട്ടത് എവിടെയാണ്? ബംഗാളിൽ. സേവാഗ്രാം ആശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? കോൺവാലിസ്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ? മഹാത്മാഗാന്ധി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946. ബന്ദി ജീവൻ എന്ന ആത്മകഥാംശമായ കൃതിയുടെ കർത്താവ് ആരാണ്? സജീന്ദ്രനാഥ് സന്യാൽ. ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ സെല്ലുലാർ ജയിലിലേക്ക് 2 തവണ അയക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? സജീന്ദ്രനാഥ് സന്യാൽ. ഹിമാലയൻ ടോയ്ലറ്റ്സ് എന്ന പേരിൽ ഡൽഹിയിൽ ബോംബ് നിർമ്മാണശാല നടത്തിയ വിപ്ലവകാരി ആരാണ്? വിമൽ പ്രസാദ് ജെയിൻ. ദ ടെയിൽ ഓഫ് മൈ എക്സൽ എന്ന പുസ്തകം രചിച്ച വിപ്ലവകാരി? ബരീന്ദ്രകുമാർ ഘോഷ്. സ്വാമി വിവേകാനന്ദനെ വിപ്ലവകാരിയായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരൻ ആരാണ്? ഭൂപേന്ദ്രനാഥ ദത്ത. മലയാളി മെമ്മോറിയൽ എന്നായിരുന്നു? 1891. ഈഴവ മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? 1896. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ ലഹള നടന്നത് എവിടെയാണ്? ആറ്റിങ്ങലിലെ അഞ്ചുതെങ്ങിൽ. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ്? യേശുക്രിസ്തുവിനെ. കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത്? തിരുനാവായ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിപ്പെടുന്നത്? 24. കൽപ്പവൃക്ഷവുമായി ഗാന്ധിജി താരതമ്യപ്പെടുത്തിയത് എന്തിനെയാണ്? സത്യാഗ്രഹം. സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? ജയപ്രകാശ് നാരായണൻ. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏത് സർവകലാശാലയാണ്? കേരള സർവകലാശാല. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? 1947. പാലിയത്തച്ഛന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാണ്? ഹെൻറിക് റിൻസ്. വൈക്കം നായകൻ ആരായിരുന്നു? EV രാമസ്വാമി നായ്ക്കർ. 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ വർഷം? 1936. 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1854-55 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു. CP രാമസ്വാമി അയ്യരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട് അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? K. ശിവശങ്കരൻ നായർ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഭഗത് സിംഗ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രബോധനങ്ങൾ പിന്തുടരുവാനായി രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏതാണ്? അനുശീലൻ സമിതി. ഷഹീദ് എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരി? ഭഗത് സിംഗ്. മാസ്റ്റർ ദ എന്ന് അറിയപ്പെടുന്ന വിപ്ലവകാരി ആരാണ്? സൂര്യ സെൻ. മഹാത്മാഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമ പഠനം നടത്തിയ സ്ഥാപനം ഏതാണ്? ഇന്നർ ടെമ്പിൾ.
എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? 45. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചു? 249 ദിവസം. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? 79. 1914 ആനി ബെസന്റ് ആരംഭിച്ച ആഴ്ചപ്പതിപ്പ് കോൺവീൽ. ഡച്ചുകാർ പ്രചാരത്തിൽ വരുത്തിയ കൃഷി ഏതാണ്? തെങ്ങ്.